വെൽക്കം ബാക്ക് കിഡ്സ്. ടുഡേ വി കൻ സീ എന്റെ അമ്മ സ്റ്റോറി. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എന്റെ ജനനം. ഐ വാസ് ബോൺ ഇൻ ടു എ പുവർ ഫാമിംഗ് ഫാമിലി. വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു. ഫാദർ പാസ്ഡ് അവേ വെരി ഏർലി ഓൺ. ഞാനും എന്റെ അനുജനും ദുഃഖിതയായ മാതാവും. ഇറ്റ് വാസ് ജസ്റ്റ് മീ, മൈ യംഗർ ബ്രദർ ആൻഡ് അവർ ഗ്രീവിംഗ് മദർ. വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഐ ഹാവ് നെവർ നോൺ വാട്ട് അഫെക്ഷൻ ഇസ്. മാതാവിൽ നിന്ന് പോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. Even from our mother, we did not receive the tender expressions of fondling. കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു. She had to work extremely hard to raise us as children. അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. Therefore, we grew up through hardships, roughnesses. മാതാവിൽ നിറഞ്ഞുനിന്ന നിസ്സഹായതാബോധം ചെറുപ്പത്തിലേ എന്നിലും പ്രതിഫലിച്ചു. The sense of helplessness that filled my mother was reflected in me from a young age. തനിച്ച് റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുക്കിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിന്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല. Protective measures of love, like fearing that a motor vehicle would hit me if I went on the road alone, or that I would be swept away in the water if I went to bathe, were never exercised for me. ശേഷിയുള്ളത് ശേഷിക്കുമെന്ന മട്ടിൽ ഞാൻ വളർന്നുകയറി. I grew up in a manner where the capable shall survive, survival of the fittest. പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസനിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത്. To tell the truth, I managed to grow up as an example/spectacle before the eyes of the wealthy and those skilled in mockery. ഒരു ദിവസം ഞാൻ ശരിക്കിപ്പോഴും ഓർക്കുന്നു. One day, I still remember it clearly. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി. After having some പഴങ്കഞ്ഞി, fermented rice porridge from my mother, I went out looking for my friends. എന്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു. One of my neighbors was going to school with his son, who was about my age. എന്നെ കൂടിക്കൊണ്ടുപോകാമോ എന്നായി ഞാൻ asked. Can you take me along too? അയാൾ സമ്മതിച്ചു. He agreed. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. ഉച്ചവിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന്. When the afternoon session was over, I went and told my mother, Mother, I have joined the school. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എന്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എന്റെ കൊച്ചുഹൃദയത്തിൽ ചിന്താഗതി കത്തിച്ചു തുടങ്ങിയത്. When I was a student, it was the sight of my mother struggling under the heavy burden of sadness to provide for my school fees and food that first ignited deep thoughts in my little heart. അടിയുടെയും ഓട്ടത്തിന്റെയും ചെകുത്താൻ, തീ കണ്ടതിന്റെയും പറമ്പുകളിൽ നിന്ന് വീണതിന്റെയുമൊക്കെ ധാരാളം കഥകൾ എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു. I had plenty of stories to tell my friends, tales of getting beaten, running around, seeing devilish fires, and falling down in the fields. ഈ സ്വാധീനശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എന്റെ പരമാധികാരത്തിന് കീഴിലാണ് അന്ന് വർത്തിച്ചു പോന്നത്. Because of this influential power, my storytelling, even the children of wealthy families lived under my sovereignty back then. 4ാം ക്ലാസ് ജയിച്ച ശേഷം എന്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി. After passing the 4th grade, my friends began leaving for English medium schools. എന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ അയക്കാത്തതെന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു. I kept asking my mother why I wasn't being sent to an English school as well. എന്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതെ ഒരു ദിവസം നല്ലത് 4 തല്ലിത്തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു. One day, unable to bear my persistent pestering about the English school, my mother gave me 4 good lashings, beatings, and gave me this advice. പോയി വല്ല ജോലിയും നോക്ക്. ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയില്ല. അമ്പ പടക്കെതിര കിടന്നു പിടക്കുന്നു. അപ്പഴാ നൊണ്ടിക്കുതിര. Go find some work. Nothing more is going to happen in fire or water, meaning, no more progress is possible. Look, the mighty war horse is lying there struggling, and here comes the lame horse, complaining. The war horse represents the mother struggling for survival, while the lame horse is the son asking for expensive education. അടികൊണ്ട് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. I continued to sob and cry from the pain of the beating. പക്ഷേ ഇടയ്ക്കിടെ മുഖം തിരിച്ച് ആ സ്നേഹഗംഗീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. But every now and then, that woman, who was a river of love, was also turning her face away and wiping her own tears. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലേഖകൻ ജനിച്ചത് ഏത് പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിലാണ്? പിതാവിന്റെ വേർപാടിനു ശേഷം കുടുംബം പുലർത്താൻ കഠിനാധ്വാനം ചെയ്തത് ആര്? ലേഖകൻ സ്കൂളിൽ ചേരാൻ ആരോടൊപ്പമാണ് പോയത്? ചിന്താഗതി കത്തിച്ചു തുടങ്ങിയത് ഇവിടെ കത്തിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്?
അമ്മ മകനെ തല്ലാൻ കാരണമെന്ത്? നൊണ്ടിക്കുതിര എന്ന് അമ്മ വിശേഷിപ്പിച്ചത് ആരെയാണ്? വിട്ട ഭാഗം പൂരിപ്പിക്കൂ. വളരെ നേരത്തെ തന്നെ ബ്ലാങ്ക് യാത്ര പറഞ്ഞു. മാതാവിൽ നിറഞ്ഞുനിന്ന ഡാഷ് ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു. ഡാഷ് ഉള്ളത് ശേഷിക്കും എന്ന മട്ടിലാണ് ലേഖകൻ വളർന്നത്. ലേഖകൻ സ്കൂളിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഡാഷ് എന്നാണ്. പണക്കാരുടെ കുട്ടികൾ പോലും തന്റെ ഡാഷ് കീഴിലായിരുന്നു എന്ന് വർക്കി പറയുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ഡാഷ് അടി കിട്ടിയ ശേഷമാണ് അദ്ദേഹം കരഞ്ഞത്. അമ്മ മകനെ ഉപദേശിച്ചത് വല്ല ഡാഷ് നോക്കാൻ വേണ്ടിയാണ്. കഠിനമായി പെരുമാറുമ്പോഴും അമ്മ ഉള്ളിൽ ഒരു ഡാഷ് ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.